ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ വേണമെന്ന SITയുടെ അപേക്ഷ ഇന്ന് റാന്നി കോടതി പരിഗണിക്കും. കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ മുരാരി ബാബുവിനെ കോടതിയിൽ ഹാജരാക്കും. വിവരങ്ങളുമായി AV ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് ചേരുകയാണ്. ജയശങ്കർ പറയൂ. ഗുഡ് മോർണിംഗ് ആഷ്മി, പ്രഭിത. എന്തായാലും മുരാരി ബാബുവിനെ ഇന്ന് 11 മണിയോടുകൂടി തന്നെ റാന്നി കോടതിയിൽ ഹാജരാക്കും. SIT സംഘം ഈ റാന്നി കോടതിയിലേക്ക് ഈ മുരാരി ബാബുവിനുമായി തിരിച്ചു എന്നാണ് നിലവിൽ ലഭ്യമാവുന്ന വിവരം. എന്തായാലും റാന്നി കോടതിയിൽ ഹാജരാക്കും. ആ ഘട്ടത്തിൽ SIT മുരാരി ബാബുവിൻ്റെ കസ്റ്റഡി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ കസ്റ്റഡി കോടതി സ്വാഭാവികമായി നൽകാനുള്ള സാധ്യതയാണുള്ളത്. കഴിഞ്ഞ തവണ മുരാരിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയ ഘട്ടത്തിൽ SIT കസ്റ്റഡി ആവശ്യപ്പെട്ടിരുന്നില്ല. 27-ന് ഇത്തരത്തിൽ അപേക്ഷ നൽകാമെന്നാണ് കോടതി അറിയിച്ചിരുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ അപേക്ഷ നൽകുന്നത്. ഈ കസ്റ്റഡി അപേക്ഷ നൽകുമ്പോൾ ഇനി ഏതെങ്കിലും തരത്തിൽ കൂടുതൽ ആരോപണങ്ങൾ മുരാരിക്കെതിരെ SIT വെക്കുമോ എന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ല. പക്ഷേ അങ്ങനെ വെക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടെ വലിയ തോതിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി ഈ സ്വർണ്ണ തിരിമറിയിൽ ഉൾപ്പെടെ മുരാരിക്ക് പങ്കുണ്ട്, മതവികാരം ഉൾപ്പെടെ ഈ വിശ്വാസികളുടെ വികാരം ഉൾപ്പെടെ വ്രണപ്പെടുത്തി, അങ്ങനെ ഗുരുതര ആക്ഷേപങ്ങൾ റിമാൻഡ് റിപ്പോർട്ടിൽ മുരാരി ബാബുവിനെതിരെ ഉണ്ടായിരുന്നു. ഇനി അതിൻ്റെ തുടർ ഏതെങ്കിലും തരത്തിലുള്ള നിരീക്ഷണങ്ങൾ കോടതിക്ക് മുമ്പിൽ വരുമോ എന്നറിയില്ല. എന്തായാലും ഇന്ന് 11 മണിയോടെ തന്നെ മുരാരി ബാബുവിനെ റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. ആ ഘട്ടത്തിൽ SITയുടെ കസ്റ്റഡി അപേക്ഷ കോടതി പരിഗണിക്കും. നടപടി സാങ്കേതികം മാത്രമാണ്. SITക്ക് സ്വാഭാവികമായും കോടതി ഒരു 14 ദിവസമോ ഒക്കെ കസ്റ്റഡി അനുവദിക്കാനുള്ള സാധ്യതയാണുള്ളത്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ചോദിച്ച സമയം SITക്ക് അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും 30-ാം തീയതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടി കസ്റ്റഡി കാലാവധി അവസാനിക്കുകയാണ്. അതിനു മുമ്പ് മുരാരിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള ഒരു ആലോചന SIT സംഘത്തിനുണ്ട്. എന്തായാലും 11 മണിയോടെ തന്നെ മുരാരി ബാബുവിനെ റാന്നി കോടതിയിൽ ഹാജരാക്കും. ഈ അറസ്റ്റ് ആയതിനു ശേഷം മുരാരി ഇതുവരെ ഒരു വാക്കും ഒഴിഞ്ഞിട്ടില്ല. ഒന്നും പ്രതികരിക്കാതെയാണ് കഴിഞ്ഞ തവണ കോടതിയിൽ നിന്ന് മുരാരി ബാബു ജയിലിലേക്ക് പോയത്. ഇത്തവണ കോടതിയിൽ എത്തുമ്പോൾ എന്തെങ്കിലും പറയുമോ എന്നതും വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കാര്യമാണ്. SITയുടെ കസ്റ്റഡി ആയതിനു ശേഷമാണ് മുരാരി ഒന്നും മിണ്ടാതായത്. അതിനു മുമ്പ് മുരാരി അത് താൻ അവിടെ ചെമ്പ് തെളിഞ്ഞിരിക്കുന്ന കണ്ടു എന്നൊക്കെ വ്യാജം പറഞ്ഞതാണ്. വലിയ കോൺഫിഡൻസ് കാണിച്ചാണ്. വലിയ കോൺഫിഡൻസിന് അർത്ഥം എന്താണ് നേരത്തെ MG പ്രദേശ് പറഞ്ഞ വാർത്തകളടക്കം ആ കോൺഫിഡൻസിന് സൂചന ഉണ്ട് കേട്ടോ. പല രേഖകളും കാണാനില്ല എന്നാണ് SIT ദേവസ്വം ബോർഡ് SIT അറിയിക്കാൻ പോകുന്നത്. SIT കോടതി അറിയിക്കാൻ പോകുന്നുണ്ട്. ആ രേഖകൾ അന്വേഷണ വഴിയിൽ ഏതെങ്കിലും തടസ്സമാവുമോ എന്ന കാര്യം എന്ന് പറഞ്ഞാൽ വിജയ് മല്യ സ്വന്തം പൂശി രേഖ കാണാനില്ലെന്ന് പറഞ്ഞാൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ അന്വേഷണ വഴി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖയാണ്. ആ രേഖ തന്നെ കാണാനില്ലെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് അന്വേഷണത്തെ ബാധിക്കാം എന്നൊക്കെ കാര്യങ്ങൾ SIT വ്യക്തമാക്കട്ടെ കോടതിയിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.